അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തെക്കുറിച്ചും അതുപോലെ നേര് എന്ന ചിത്രത്തെക്കുറിച്ചുമാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മിഥുൻ മാനുവൽ തോമസ് ജയറാമിനെയും മമ്മൂക്കയെയും കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അബ്രഹാം ഓസ്ലർ. ഈ ഒരു ചിത്രം ജനുവരി 11 തീയതിയാണ് തിയേറ്ററിൽ എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം നല്ല രീതിയിലുള്ള പോസ്റ്ററാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഓരോ അപ്ഡേറ്റിലൂടെയും പുറത്തുവിടുന്നത്. അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ചിത്രം വിജയിക്കാനുള്ള സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അഞ്ചാം പാതിര എന്ന ചിത്രത്തിന് ശേഷമാണ് മിഥുൻ മാനുവൽ തോമസ് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നടക്കുന്ന സമയത്ത് സിനിമയുടെ പല പോർഷൻസും കണ്ട ആൾക്കാരും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ചിത്രം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മിഥുൻ മാനുവൽ മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിൽ മികച്ച രീതിയിലാണ് പ്രൈസ് ചെയ്തതെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വീണ്ടും ഒരു വലിയ വിജയം ആയിത്തീരും അബ്രഹാം ഓസ്ലർ. നേരെ എന്ന് പറയുന്ന സിനിമ 6ാമത്തെ ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. 6ാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 2 കോടിക്കും 2.5 കോടിക്കും ഇടയിൽ കളക്ഷൻ നേടും. അതാണ് 6ാമത്തെ ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നവർ സൂചിപ്പിക്കുന്നത്. 5ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ 4 കോടിയാണ് ആ ഒരു ഒറ്റ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ഒരു ചിത്രം തൂക്കിയത്. നേര് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ എവിടേക്കാണ് ചെന്നെത്തുക, എത്ര കോടി നേടും? ജസ്റ്റ് കമൻറ്റ് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജനാസ്.